ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സുഖമാണല്ലോ അല്ലേ? നിങ്ങൾ വിഷമമാണെങ്കിലും സുഖമാണ് എന്ന് പറയുമെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ വിഷമം നമ്മൾ വേറെ ആരും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ല മാർക്ക് കിട്ടണം. പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ സെമിനാരിൽ തന്നെയാണ്, മോണസ്ട്രിയിൽ. പിന്നെ നമ്മുടെ പള്ളിക്കുന്ന് കൺവെൻഷൻ കേട്ടോ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചനാണ് ആ കൺവെൻഷൻ ലീഡ് ചെയ്യുന്നത്, തൃശ്ശൂർ പള്ളിക്കുന്ന്. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാവരും ആ കൺവെൻഷനിൽ ചെല്ലണം കേട്ടോ. പ്രത്യേകം അതിലേക്ക് സ്വാഗതം ചെയ്യാണ് അച്ഛൻ്റെ കൂട്ടായ്മയിൽ. ഇതൊരു സാക്ഷ്യം വായിക്കാം. വിനോദിച്ച ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോൺ പോൾ, പാലായിലാണ് വീട്. ഞാൻ +1 വിദ്യാർത്ഥിയാണ്. എൻ്റെ ഉള്ളംകൈയിൽ കുറെ അരിമ്പാറ ഉണ്ടായിരുന്നു. 2 തവണ ഇലക്ട്രോളിസിസ് ട്രീറ്റ്മെന്റ് ചെയ്ത് അത് കരിച്ചു കളഞ്ഞു. എങ്കിലും വീണ്ടും 1-2 എണ്ണം കൂടി വരുന്നതല്ലാതെ അതിന് മാറ്റം ഉണ്ടായില്ല. അവസാനം 22 അരിമ്പാറകൾ 2 കൈയിലുമായിട്ടുണ്ടായിരുന്നു. 2 ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഫലമുണ്ടാകാതെ വന്നപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, നമുക്കിനി ട്രീറ്റ്മെന്റ് വേണം, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോ നമ്മുടെ സൗഖ്യമാക്കുമെന്ന്. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലെല്ലാവരും കൂടിയാണ് അച്ഛൻ്റെ ഡെയിലി ടോക്കും ബ്ലെസ്സിങ് സ്വീകരിക്കാറ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫാമിലിയാണ്. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ ഈ സാക്ഷ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വചനം കേട്ട് ഒരു ആശീർവാദം മേടിച്ചിട്ട് കിടക്കും. ആ ദിവസങ്ങളിൽ ഒരു ദിവസം നോക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലെ അരിമ്പാറകൾ പൂർണ്ണമായി അപ്രത്യക്ഷമായി പോയി. പിന്നെ ഇന്നേ വരെ ഒറ്റ അരിമ്പാറ വരെ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. അച്ഛനെ ഉപയോഗിച്ച് തൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഈശോയ്ക്ക് 1000 നന്ദിയുമാകുന്നു. അത് സൂപ്പറായിട്ടോ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി. ഇന്നെന്തായാലും ഇങ്ങനത്തെ ശരീരത്തിലെ കുരുക്കള്, പാടുകൾ, അരിമ്പാറ അങ്ങനത്തെ മറ്റൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് നമുക്ക് വിശ്വാസം വേണം. അതാണ് എല്ലാത്തിൻ്റെ ബേസിക് സംഗതി. ഒരു വിശ്വാസത്തിന്റെ തലമാണ്. പ്രൈസല്ലോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കുട്ടികളോടടക്കം മുതിർന്നവരോടടക്കം ചോദ്യം, അവധിക്ക് എന്നാ പരിപാടി എന്നാണ് തലക്കെട്ട്. പ്രാവശ്യം നമ്മൾ ചോദിക്കും, ഇന്ന് പ്രാവശ്യം എന്നാ ലീവ്, എന്നാ പരിപാടി? അപ്പോൾ വിദേശത്തുള്ള പറയും നാട്ടിലൊന്ന് പോകണം അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഇനി എന്നാ പരിപാടി, നമുക്ക് കുറച്ച് ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കണം. കുട്ടികൾക്ക് അവധിക്കാലാകുമ്പോൾ ഒരുപാട് പ്ലാനിങ് ഐഡിയാസും ഉണ്ട്. അപ്പം നമ്മൾ ബന്ധുവീടുകൾ സന്ദർശനങ്ങൾ, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔട്ടിംഗ് ഉണ്ടാവാം, ധ്യാനം ഉണ്ടാവാം, എല്ലാം വരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പൗലോസിലേക്ക് 2 Corinthians 1:15 2 Corinthians chapter 1:15 പൗലോസ് പഠിപ്പിക്കുകയാണ്. പൗലോസ് പറയാണ്, ഈ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരാമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ പൗലോസ്ലീഹ ഒരു സന്ദർശനം മാറ്റിവെക്കുന്ന ഉദ്ദേശിച്ചിട്ടിരുന്ന പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ്. അപ്പോൾ പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട്, ഭാവിയിൽ പിന്നെ ഈശോയുടെ പ്രത്യാഗമനത്തിൽ നിങ്ങളാണ് ഞങ്ങളുടെ അവമാനം, ഞങ്ങളായിരിക്കും നിങ്ങളുടെ അഭിമാനം എന്നൊക്കെ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, അങ്ങനത്തെയുള്ള വലിയൊരു പ്രത്യാശയിലും വിശ്വാസത്തിലുമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടത് നിങ്ങളുടെ അടുക്കൽ വരാമെന്ന് ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഈ അവധിക്കാലത്തുനിന്ന് മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സന്ദർശനങ്ങൾ നടത്തുന്നവരാണ്. ചിലപ്പോൾ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്നവർ, ചില ഗെറ്റ് ടുഗദറിനൊക്കെ പോകുന്നവർ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് അവരുടെ അടുത്ത് ചെല്ലുന്നത്? പല ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി റോമ 1:11 പണ്ട് വ്യാഖ്യാനിച്ച് ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു പുതിയ കൃപ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സന്ദർശനങ്ങളെക്കുറിച്ച് അഭിഷേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു തലമാണ് അവർക്ക് വീണ്ടും കൃപ ലഭിക്കാൻ. ഒരു പക്ഷേ നമ്മുടെ ഒരു സാന്നിധ്യം വഴി നമ്മൾ നന്നായിട്ട് ആരാധനയ്ക്കിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം വഴി അവർക്കുണ്ടായിരുന്ന കൃപ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർക്കൊരു കൃപ കിട്ടും. അല്ലെങ്കിൽ അവർ ഇപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലെ കുറച്ച് മന്ദിച്ച് നിൽക്കുകയാണ്, ഒരു വിശ്വാസത്തിൽ ഒരു ഒലച്ചിലുണ്ടായി, ശരണം ഇച്ചിരി കുറഞ്ഞു, കുടുംബത്തിലൊരു ഐക്യക്കുറവുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം വഴി, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളുടെ ആ സാന്നിധ്യം വഴി അവർക്ക് നിങ്ങളിലുള്ള ഒരു കൃപയുടെ പകർച്ച അതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കൃപ അങ്ങ് ഉജ്ജ്വലിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അവധിക്കാലത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും സന്ദർശനം നടത്തുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും കൃപ ലഭിക്കാൻ. മാമോദിസയിൽ കിട്ടിയ കൃപ, സൈലലേപനത്തിൽ കിട്ടിയ കൃപ, ആ കൃപാവരങ്ങൾ വീണ്ടും ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ എല്ലാ തരത്തിലുള്ള സന്ദർശനങ്ങളും. എല്ലാം അങ്ങനെയാണ് കേട്ടോ. ഒരാളെ കണ്ടുമുട്ടുന്നതോലും കൃപയുടെ ഒരു പകർച്ച നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവധിക്കൊക്കെ പോകുന്ന സമയം ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം. പോയിട്ട് പെങ്ങളുടെ പിള്ളേരെ കൂട്ടി അല്ലെങ്കിൽ അമ്മാവനെയൊക്കെ കൂട്ടി അടിച്ച് പൊളിച്ച് മറ്റേ പല ലാൻഡുകളിലൊക്കെ പോകുക എന്നതിനേക്കാളൊക്കെ ഉപരി കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കൃപയുടെ പകർച്ച, കൃപയുടെ ഉയർച്ച, വീണുപോയൊരു എഴുന്നേൽപ്പിക്കല്,
അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരും, എന്തൊരു ആത്മസംതൃപ്തി ആയിരിക്കും അറിയോ. മറ്റേങ്ങനെ അടിച്ചു പൊളിച്ച് കുറെ വെള്ളമൊക്കെ വെച്ച് ടയറായി കുറച്ച് ഭക്ഷണം കഴിച്ച് ഫുഡ് അടിച്ച് 2 ദിവസം ഓഫ് അല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. പൊക്കോ, അതിനൊക്കെ പൊക്കോ, ശിതവും കൂടെ വേണമെന്ന് മാത്രം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കാത്തവരും കൂടി ചേർന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ ആരാധിക്കുന്നു. കണ്ണുകൾ അടച്ച് മനസ്സ് തുറന്ന് കരങ്ങൾ ഉയർത്തി മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഈ സമൂഹത്തെ മേൽ അവിടുന്ന് മഹത്വം പ്രകടിപ്പിക്കണമേ. കർത്താവ് ദൈവമേ, ഓരോരുത്തരെഴുതിയ സാക്ഷ്യങ്ങളുടെ മഹത്വം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്നിക്കൽ കൂടി ശക്തി പ്രകടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങയുടെ ദയയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് പ്രാർത്ഥന. ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചാണ് പ്രാർത്ഥന. ഈശോയുടെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഓ കർത്താവെ, കരുണ കാണിക്കണമേ. ഓ പരിശുദ്ധാത്മാ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് എപ്പോഴും ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വചനം ജീവിക്കാൻ വേണ്ട കൃപ ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ശരീരത്തിൽ 4 കട അരിമ്പാറ, അതേപോലെ തന്നെ പലതരത്തിലുള്ള കുരുക്കൾ, വടുക്കള്, അതേപോലെ ശരീരത്തിൽ ഇങ്ങനെ പരു വന്ന് പൊട്ടുന്നത്, അങ്ങനത്തെയൊക്കെ ഉള്ള തരത്തിൽ തുടരെ കുരുക്കളും പരിക്കളും ഒക്കെ ഒന്ന് ഓപ്പറേഷന് പോയിക്കുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളവര്, ശരീരം ചൊറിഞ്ഞ് പൊട്ടി അലർജി ഉള്ളവര്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ, ഓ കർത്താവായ ദൈവമേ, ശരീരത്തിൽ നിന്ന് ഇങ്ങനത്തെ രോഗപീഠകളെ തിരുരത്തെ സംരക്ഷണം വെച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. അരിമ്പാറകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസമുള്ളവരുടെ ശരീരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ശരീരം അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവിന്റെ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവ് ദൈവം നാളുകളായിട്ട് ചികിത്സിച്ച് മാറാത്ത ഇതുപോലത്തെ അവസ്ഥകൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഒരു പുതിയ സ്കിൽ ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.